അല്ലാഹുവേ, പ്രപഞ്ചസൃഷ്ടാവായ പടച്ചവനെ, ഞങ്ങളുടെ മജ്‌ലിസുകളെല്ലാം ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക. അല്ലാഹു വലിയ ഖൈറുകൾ നൽകുന്നതാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം നിങ്ങൾക്ക് 360 പ്രാവശ്യം ചൊല്ലിയാൽ നിങ്ങളുടെ കടങ്ങൾ അല്ലാഹു മാറ്റി തരുന്നതാണ്. സമ്പത്തിന്റെ വഴികൾ അല്ലാഹു വിശാലമാക്കി തരും. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നടക്കും. പക്ഷേ ഒരു ഷർത്തുണ്ട്, ഇതെല്ലാം നാം ചൊല്ലുന്നത് ആരോടും പറയരുത്, ആരോടും പറയാൻ പാടില്ല, രഹസ്യമായി ചൊല്ലണം. നമുക്ക് ഇതെല്ലാം ലഭിക്കണമെങ്കിൽ നമുക്ക് വീട്ടിൽ ബർക്കത്തുണ്ടാകണം. അങ്ങനെ ബർക്കത്തുണ്ടാകുമ്പോഴാണ് ആ വീട്ടിൽ സമാധാനം ഉണ്ടാവുക. വീട്ടിൽ ബർക്കത്തുണ്ടായാൽ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതിലൊന്നാമത്തെ കാര്യം, വീട്ടിൽ മലക്കുകൾ വരുന്നതിന് നമ്മൾ തടസ്സമാകാതിരിക്കുക. കാരണം മലക്കുകൾ വന്നാലേ ആ വീട്ടിൽ ബർക്കത്തുണ്ടാവുകയുള്ളൂ. നമ്മുടെ ഭവനങ്ങളിൽ മലായികത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് പിശാച് ഇറങ്ങി പോകുന്നതാണ്. നമ്മുടെ ഭവനത്തിൽ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് പിശാച് ഇറങ്ങി പോകുന്നതാണ്. ആ വീട്ടിലുള്ളവർക്ക് ഇബാദത്ത് ചെയ്യാനുള്ള താല്പര്യമുണ്ടാകും. നമുക്ക് തെറ്റ് ചെയ്യാൻ തോന്നുകയില്ല. അതിന് നമ്മുടെ വീടുകളിൽ രൂപങ്ങളോ ഫോട്ടോകളോ വയ്ക്കാതിരിക്കുക. ഒരുപാട് വീടുകളിൽ നമ്മൾ പല പരിപാടിക്കും പോകും. പോകുന്ന സമയത്ത് മൊത്തം ഫോട്ടോ ആയിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രൂപങ്ങളിൽ നിന്ന് നമ്മുടെ വീടുകളെ മാറ്റുക. അപ്പോൾ വീടുകളിൽ നിന്ന് നമ്മുടെ രൂപങ്ങൾ മാറ്റുക. നമുക്ക് നേരിട്ട് പറയാൻ പറ്റില്ലല്ലോ, പറഞ്ഞാൽ അവർ ചിലപ്പോൾ എന്തെങ്കിലും പറയാമെങ്കിൽ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീടുകളിൽ നിന്ന് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ഫോട്ടോകൾ മാറ്റണം. വീടുകളിൽ നിന്ന് മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകാൻ അതൊരു കാരണമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വീടുകളിൽ അതിഥികൾ വരാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഇന്ന് നമ്മുടെ ഭവനങ്ങൾ അതിഥികൾ വരുന്നില്ലേ? അതിഥികൾ വരുന്നതിന് ബർക്കത്താണ്. അതിഥികൾ വരുന്നതിന് ബർക്കത്താണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വീടുകളിൽ അതിഥികൾ വരാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതിഥികൾ വരുന്ന വീട്ടിൽ ബർക്കത്തുണ്ടാകുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഇന്ന് അതിഥികൾ വരാത്ത ഭവനമായി നമ്മുടെയൊക്കെ ഭവനങ്ങൾ മാറിയിരിക്കുകയാണ്. സഹോദരങ്ങളെ, അതിഥികൾ നമ്മുടെ ബന്ധുക്കാർ നമ്മുടെ വീട്ടിൽ വരണം. അവരെ വിളിച്ചു വരുത്തിക്കണം. അതൊക്കെ വീട്ടിൽ ബർക്കത്തുണ്ടാകാൻ ഒരു കാരണമാണ്. ഒരൊറ്റ അതിഥി നമ്മുടെ വീട്ടിൽ വന്നാൽ ആയിരക്കണക്കിന് ബർക്കത്തുണ്ടാകും. ഒരു അതിഥി നമ്മുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു പോകുമ്പോൾ നമ്മുടെ ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അലി റളിയല്ലാഹു അൻഹു വീട്ടിൽ ഒരാഴ്ചക്കാലം അതിഥി വരാതിരുന്നാൽ അലി റളിയല്ലാഹു അൻഹു ഭയങ്കര സങ്കടമാകും. അല്ലാഹുവേ, നീ എന്നെ പരീക്ഷിക്കുകയാണോ? ആരെങ്കിലും അതിഥിയായി കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ അതിഥികൾ വരുന്ന വീട് ബർക്കത്തുള്ള വീടായിരിക്കും. അലി റളിയല്ലാഹു അൻഹു ആഴ്ചയിൽ ഒരാളിനെ അതിഥിയായി കിട്ടിയില്ലെങ്കിൽ എന്തൊരു വിഷമമായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവേ, നീ എന്നെ പരീക്ഷിക്കുകയാണോ? നീ എനിക്കൊരു അതിഥിയെ നൽകിയില്ലേ പടച്ചവനെ എന്ന് ഖേദിക്കുമായിരുന്നു. നമ്മുടെ വീട്ടിൽ മാസത്തിൽ ഒരാൾ വന്നാൽ അല്ലെങ്കിൽ വർഷത്തിൽ ഒരാൾ വന്നാൽ എങ്ങനെയാണ് നമ്മൾ നേരിടുക? മുഅ്മിനീങ്ങളെ, നമ്മൾ എന്താണ് ആഗ്രഹിക്കുക? അതുകൊണ്ട് അനുഗ്രഹങ്ങളുടെ വഴികളാണ്, ബർക്കത്തുകൾ വരാനുള്ള വഴികളാണ് അതിഥികളെ സൽക്കരിക്കുക. അതിഥി സൽക്കാരം അല്ലാഹുവേ, ഞങ്ങളെ നീ അതിനെ തിരഞ്ഞെടുക്കണേ അല്ലാഹ്. ഒരുപാട് അതിഥികളെ സൽക്കരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അതിനുള്ള ആരോഗ്യവും അതിനുള്ള തൗഫീഖും അതിനുള്ള സമ്പത്തെല്ലാം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ആമീൻ. അപ്പോൾ അതിഥികൾ വരുന്ന വീട് അത് ബർക്കത്തുള്ള വീടായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മൂന്നാമതായി നമ്മുടെ വീട്ടിൽ ബർക്കത്തുണ്ടാവാൻ നമ്മുടെ വീടുകളിൽ ഖുർആൻ ഓതണം. ഖുർആൻ ഓതുന്ന വീട്ടിൽ എപ്പോഴും ബർക്കത്തുണ്ടായിരിക്കുന്നതാണ്. ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകുന്നതാണ്. നാലാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വീടുകളിൽ പ്രവേശിക്കുമ്പോൾ, അതായത് നമ്മൾ അകത്ത് കയറുമ്പോൾ സലാം ചൊല്ലി കയറണം. നമ്മൾ വീട്ടിലോട്ട് കയറുമ്പോൾ സലാം ചൊല്ലി നമ്മൾ കയറണം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മോനെ അനസേ, നീ വീട്ടിൽ കയറുമ്പോൾ സലാം ചൊല്ലി കയറണം. എന്നാൽ ആ വീട്ടിൽ ഖൈറുകളും ബർക്കത്തുകളും കടന്നു വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. നമുക്ക് ഹദീസുകൾ കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സലാം പറഞ്ഞാൽ അവർക്കിടയിൽ സ്നേഹമുണ്ടാകും. ഒരു ദിവസം മുഅ്മിനീങ്ങളോട് സലാം പറഞ്ഞാൽ അയാൾ ഈമാനില്ലാതെ മരണപ്പെടുകയില്ല.
അപ്പോൾ സലാം വ്യാപിപ്പിക്കുന്ന വ്യക്തിക്ക് അല്ലാഹു കൊടുക്കുന്നത് അദ്ദേഹം ഈമാനോടുകൂടി മാത്രമേ മരണപ്പെടുകയുള്ളൂ. പരസ്പരം സലാമുകൾ വർദ്ധിപ്പിക്കുക. വീട്ടിൽ ബർക്കത്തുണ്ടാകാൻ ശ്രദ്ധിക്കേണ്ട അഞ്ചാമത്തെ കാര്യം, വീട്ടിലേക്ക് കയറുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കൊണ്ട് പ്രവേശിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വീട്ടിലേക്ക് കടക്കുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കൊണ്ട് പ്രവേശിക്കുക. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും മുറുകെ പിടിക്കാൻ ആഗ്രഹിക്കുക എന്നാണ്. നമ്മുടെ ഭവനങ്ങളിൽ അല്ലാഹു ബർക്കത്ത് ചൊരിയുന്നതാണ്. മുസീബത്തുകളിൽ നിന്ന് അല്ലാഹു നമ്മുടെ ഭവനങ്ങളെ അല്ലാഹു കാക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ബഹുമാനപ്പെട്ട ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എഴുതി വെച്ച കാലാകാലങ്ങളായ അമ്പിയാക്കൾ ചെല്ലുന്ന വലിയ രഹസ്യങ്ങൾ അടങ്ങിയ 4 ഇസ്മുകളാണ്. 4 ഇസ്മുകളുണ്ട്. 40ഓളം ഇസ്മുകൾ. അതിൽ 11ാമത്തെ ഇസ്മിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഈ ഇസ്മിനെ നിങ്ങൾ ചൊല്ലുമ്പോൾ ഒരു ശർത്ത് കൂടിയുണ്ട്. ഒരു പ്രത്യേകമായ ഒരു രഹസ്യം നമ്മൾ സൂക്ഷിക്കണം. അഥവാ ഈ ഇസ്മു ഞാൻ ചൊല്ലുന്നുണ്ട് എന്ന് ആരോടും പറയരുത്. ഇത് ചൊല്ലുമ്പോൾ കിട്ടുന്ന സാമ്പത്തിക നേട്ടം, അതായത് ഇത് ഞാൻ ചൊല്ലിയപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടി, ഒരാൾ കൊണ്ടുവന്നു തന്നോ, ഒരു ഭാഗത്ത് നിന്ന് കിട്ടി എന്നൊന്നും ആരോടും പറയരുത്. ആരോട് നമ്മൾ അത് പറയരുത്. എങ്ങനെയാണ് കിട്ടിയത് നമ്മൾ പറയരുത്. കടമുള്ളവർ കടം വീടാനായി ദിവസവും 360 പ്രാവശ്യം വെച്ച് ചൊല്ലിയാൽ അവന് കടങ്ങൾ അല്ലാഹു വീടാനുള്ള സമ്പത്ത് അല്ലാഹു എത്തിച്ചു കൊടുക്കുന്നതാണ്. പക്ഷേ ഇത് ആരോടും പറയരുത്. ഇത് 360 വട്ടം അല്ലെങ്കിൽ 1000 വേണമെങ്കിലും ചൊല്ലാം. നിങ്ങൾ എത്രയാണ് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് അങ്ങനെ ചൊല്ലുക. 360 വെച്ച് എത്ര വേണമെങ്കിലും 1000 വരെ നമുക്ക് വർദ്ധിപ്പിക്കാം. ചൊല്ലേണ്ട ഇസ്മു ഇതാണ്. يا كبير أنت الذي لا تهتدي العقول لوصف عظمته. يا كبير أنت الذي لا تهتدي العقول لوصف عظمته. يا كبير أنت الذي لا تهتدي العقول لوصف عظمته. يا كبير. ഈ മഹത്തായ ഇസ്മാണ് നമ്മൾ ചൊല്ലേണ്ടിയുള്ളത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം നിന്റെ വിശേഷണങ്ങളുടെ അല്ലാഹുവേ, നിന്റെ വിശേഷണങ്ങളുടെ ഉന്നതമായ അവസ്ഥയെ മനസ്സിലാക്കാൻ, അതിലേക്ക് എത്താൻ ബുദ്ധിമാന്മാർക്ക് കഴിയില്ല. നിന്നെ മനസ്സിലാക്കാൻ കഴിയില്ല. അത്രയും വണ്ണം വലിപ്പവും മഹത്വവും നിനക്കുണ്ടല്ലോ. അങ്ങനെയുള്ള തമ്പുരാനായ പ്രപഞ്ചസൃഷ്ടാവായ കബീറായ അല്ലാഹ് ഇത് കടംപെടാൻ വേണ്ടി മുടങ്ങാതെ ചൊല്ലുക. എത്ര ദിവസം എന്നല്ല എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കടങ്ങൾ വീഴുന്നത് വരെ നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കടങ്ങൾ വീടാൻ ഇതൊരു വഴിയാകുന്നതാണ്. അപ്പൊ കടങ്ങൾ വീടാനുള്ള സമ്പത്ത് എത്തുന്നത് വരെ ആരോടും പറയാതെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അല്ലാഹു അപ്പോൾ സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കും. പിന്നെ വേറൊരു ഗുണം, അറബി മാസം പിറന്നു കഴിഞ്ഞാൽ അറബി മാസം 1 മുതൽ 15 വരെ മഗ്രിബ് കഴിഞ്ഞതിന് ശേഷവും പകലിലും ഒരാൾ ഓതിയാൽ ദിനംപ്രതി 21,000 വട്ടം 21,000 പ്രാവശ്യം 21,000 പ്രാവശ്യം ചൊല്ലുക. സുബഹിക്ക് ശേഷം, സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം 10:30, മഗ്രിബ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം 10:30, അപ്പോൾ 21,000. 10,000 വെച്ച് സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം 10,000. അതുപോലെ തന്നെ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം 10,000. അപ്പോൾ 21,000 പ്രാവശ്യമാകും. അങ്ങനെ 21,000 വട്ടം ദിനംപ്രതി 15 ദിവസം ചൊല്ലിയാൽ അവന്റെ സമ്പത്ത് വർദ്ധിക്കുകയും സകലരും അവനെ വഴിപ്പെടുകയും ചെയ്യുന്നതാണ്.
ഇനി വേറൊരു രീതിയുണ്ട്, ദിനം പ്രതി 7000 വട്ടം ചൊല്ലുക. ദിനം പ്രതി 7000 വട്ടം ചൊല്ലുക. അത് 7 ദിവസം ചൊല്ലിയാൽ മതി. എങ്കിൽ അവന്റെ എത്ര വലിയ ആവശ്യമാണെങ്കിലും അല്ലാഹു അവനെ നടത്തി കൊടുക്കും ഇൻഷാ അല്ലാഹ്. ഈ സാലിഹായ അമലുകളൊക്കെ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹത്തുക്കളായ പണ്ഡിതന്മാർ അവിടെ ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടതായി നമുക്ക് കാണാം. ഈ പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങളുടെയും ഇസ്മുകളുടെയും മഹത്വങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചൊല്ലുക. മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ നമ്മൾ അമൽ ചെയ്താൽ അല്ലാഹു ജീവിതത്തിലെ ഖൈറുകളും സന്തോഷങ്ങളും ബർക്കത്തുകളും അനുഗ്രഹങ്ങളും അല്ലാഹു നിലനിർത്തുന്നതാണ്. പടച്ചവനെ, നീ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് ഖൈറുകൾ നൽകണേ അല്ലാഹ്. ആപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹു ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അല്ലാഹു അതിൽ കടക്കാറുണ്ട് അല്ലാഹ്, രോഗികളുണ്ട് പടച്ചവനെ, മക്കളില്ലാത്തവരുണ്ട് പടച്ചവനെ, കച്ചവടക്കാരുണ്ട് അല്ലാഹ്. അവരുടെ മനസ്സ് നീ കാണുന്നവനാണ് റബ്ബേ. അവരുടെ മനസ്സിലുള്ള ഏത് ഹലാലായ ഉദ്ദേശമാണോ അത് നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. കച്ചവടക്കാർ ബിസിനസ്സിന്റെ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ദാരിദ്ര്യം കൊണ്ട് വലിയവരെ ദാരിദ്ര്യങ്ങൾ നീക്കണേ പടച്ചവനെ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്. പടച്ചവനെ, രോഗം കൊണ്ട് വലിയവർക്ക് നീ രോഗം ശിഫയാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഈ ഭൂമിയിൽ എല്ലാ ഖൈറുകളും അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും ഞങ്ങൾക്ക് നിലനിർത്തണേ പടച്ചവനെ. ആപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും വേദനകളിൽ നിന്നും എല്ലാം ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എല്ലാ മേഖലകളിലും ഉയർച്ചകൾ നൽകണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഹഖ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.